നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 10, 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ട് പോകുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി ഈ ബുധനാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും അവിടുത്തെ തിരുമൊഴി കണ്ട്, തിരുമൊഴി കേട്ട്, തിരുമുഖം കണ്ട് ഈ സമയം ചെലവഴിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഈശോ പറയുകയാണ്, നിങ്ങൾ യോഗ്യതയുള്ളവരോട് കൂടെ താമസിക്കുവിൻ എന്ന്. അങ്ങനെ ദൈവസന്നിധിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ടോ എന്നാണ് ചോദ്യം. യോഗ്യതയുള്ളവർ, യോഗ്യതയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ്, അർഹതയുള്ളവർ, അർഹതയില്ലാത്തവർ എന്ന് നമ്മൾ പറയാറുണ്ട്. അവരൊരു യോഗ്യന്മാർ. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് ഈശോയുടെ മുഖത്ത്, ഈശോയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ?
ഈശോ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈശോ പറയുകയാണ്, ഈശോയാണ് പറഞ്ഞു വിടുന്നത് ശിഷ്യന്മാരോട്, യോഗ്യതയുള്ളവരുടെ കൂടെ താമസിക്കുക. ആഹാ, കർത്താവിന് ഈ പണിയൊക്കെ ഉണ്ടല്ലേ. വേർതിരിവ് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം, വേർതിരിവ് കാണിക്കരുതെന്നാണ് അല്ലേ. വീട്ടിൽ വേർതിരിവ് കാണിക്കരുത്, പള്ളിയിൽ വേർതിരിവ് കാണിക്കരുത്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ വേർതിരിവ് കാണിക്കരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിലൊരു വീട് വെച്ച് കൊടുക്കാൻ യോഗ്യതയുള്ളവരെ ക്ഷണിക്കാറുണ്ട് അല്ലെ. എന്താണ് യോഗ്യത? അവർക്ക് 10 സെന്റിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, അതൊരു യോഗ്യതയാണ്. കൂടുതലുണ്ടായാൽ അത് അയോഗ്യതയായി കണക്ക്. അപ്പോൾ എല്ലാ കാര്യത്തിനും യോഗ്യതകൾ പരിഗണിക്കാറുണ്ട്. ഈശോ പറയുകയാണ്, കൂടെ താമസിക്കുന്ന ആരുടെ കൂടെയാണ് ചെന്ന് താമസിക്കുന്നതെന്ന് യോഗ്യത നോക്കിയിട്ട് വേണം എന്ന് പറയാണ്. പക്ഷെ വചനം ആരോട് പ്രസംഗിക്കണം? വചനം നിങ്ങൾ പ്രസംഗിക്കുന്നത് എല്ലാവരോടും പ്രസംഗിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രസംഗിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും മനസ്സിലാക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ താമസിക്കുന്നത് എന്ത് നോക്കിയിട്ട് വേണം? യോഗ്യത നോക്കിയിട്ട് വേണം. എന്താണ് താമസിക്കാനുള്ള യോഗ്യത? പ്രിയപ്പെട്ടവരെ, താമസിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്, ഇയാൾ നമ്മൾ ആരുടെ കൂടെയാണോ താമസിക്കുന്നത് അയാൾ വചനം സ്വീകരിക്കുന്ന ആളാണോ, അയാൾ വചനത്തിൽ ജീവിക്കാൻ ഒരുക്കമുള്ള ഒരാളാണോ, അതാണ് യോഗ്യത. അല്ലാതെ അയാളുടെ വീട് വലുതാണോ, അയാളുടെ വീട്ടിൽ കിടക്കാനായിട്ട് 2 കട്ടിൽ കിട്ടുമോ, AC ഉണ്ടാവുമോ, അതൊന്നും അല്ല യോഗ്യത. അയാൾ വചനം സ്വീകരിക്കുന്ന ആളാണോ, അതാണ് അർഹത. അതാണ് ഈശോ പറയുന്നത്. അർഹതയുള്ളവനാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരാളെ അർഹതയുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? ഒരാൾ വചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനാണ്. അതാണ് ദൈവരാജ്യത്തിൻ്റെ അർഹത. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാമെങ്കിലും, you can have friendship with everybody, but you shall not have fellowship with everybody. You can love everybody, പക്ഷെ എല്ലാവരോടും നമ്മൾ കൂട്ടുകൂടരുത്, കൂട്ടായ്മയിലായിക്കരുത്. കാരണം നമ്മൾ തിന്മ നിറഞ്ഞവരോടുകൂടെ, വിശ്വാസക്കുറവുള്ളവരോടുകൂടെ താമസിച്ചാൽ, കൂട്ടുകൂടിയാൽ പതുക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസവും കളങ്കമുള്ളതായി, കറയുള്ളതായി മാറും. ഒരാൾ പറയാറുണ്ടായിരുന്നു, അച്ഛന് ഓർമ്മയുണ്ട്. അയാൾ പറയായിരുന്നു, എൻ്റെ കസിൻസൊക്കെ കുടിക്കാൻ പോകുമ്പോൾ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോവാറ്. കാരണം അവരെത്ര കുടിക്കുന്നത് കണ്ടാലും ഞാൻ കുടിക്കേല. അപ്പോൾ മദ്യപിക്കാത്തൊരാൾ ഡ്രൈവറായിട്ട് വേണം, അതിനുവേണ്ടി അവരെന്നെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഈ ചേട്ടൻ ഭയങ്കര അഭിമാനത്തോടുകൂടെ അവരുടെ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ കുടിക്കുകയില്ല, അവർക്ക് ഉറപ്പാണ് ഇയാൾ കുടിക്കില്ല. പക്ഷേ ഇദ്ദേഹം അവിടെ പോയി ഇരിക്കും. ഇത് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ്റെ ഭാര്യ അച്ഛനെ വിളിച്ചു, അച്ഛാ പ്രാർത്ഥിക്കണോ അച്ഛാ, എന്ത് പറ്റി സഹോദരി, ചേട്ടൻ ഇപ്പം മുഴുക്കുടിയാണ്. കണ്ടോ, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോയി നിന്ന് കുടിക്കാത്ത ഒരാൾ മുഴുക്കുടിയനായി മാറി. ഇപ്പം ചേട്ടന് വണ്ടി ഓടിക്കാൻ പോയിട്ട് കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ താമസിക്കുന്നത് അർഹത, യോഗ്യത നോക്കിയിട്ട് വേണം കൂട്ടുകൂടാൻ. നമ്മൾ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കാറില്ലേ, കൂട്ടുകാരെയൊക്കെ സൂക്ഷിക്കണമെന്ന്. അപ്പം നമ്മൾ വിചാരിക്കുമോ വേർതിരിവ് കാണിക്കുകയാണ്? അല്ല, വേർതിരിവ് കാണിക്കുകയല്ല, അത് ഒരു വിവേകത്തിൻ്റെ പ്രവൃത്തിയാണ്. നീ ആരോടൊക്കെയാണ് കൂട്ടുകായ്മയിലായിരിക്കേണ്ടത് എന്നത് സൂക്ഷിച്ചു വേണം. അപ്പോൾ ഈശോ നമ്മെ അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈശോ അവസാനം പറയുകയാണ്, ഇനി നീ പറഞ്ഞത് കുറേ ആളുകൾ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കേ. നിൻ്റെ സ്നേഹം പലരും നീ സ്നേഹം കൊടുത്തു,
നീ സൗഹൃദം കൊടുത്തു, നീ സുവിശേഷം കൊടുത്തു, പലരും സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? നിന്റെ കാലിലെ പൊടി തട്ടി അവിടെ തന്നെ ആ പൊടി ഇട്ടിട്ട് നീ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ആ സ്വീകരിക്കാതിരുന്നതിൻ്റെ പൊടി എന്താണ്? ആ സ്വീകരിക്കാതിരുന്നതിന് നിന്നെ തള്ളിപ്പറഞ്ഞതിൻ്റെ പൊടി, നിന്നെ എതിർത്തതിൻ്റെ പൊടി, അതൊക്കെ ഒരു ഭാരമാണ്. ആ ഭാരവും ചുമന്നുകൊണ്ട് നീ നടക്കരുത്. പ്രിയപ്പെട്ടവർ, ഈ പൊടി തട്ടിക്കളയുക എന്ന് പറയുന്നത് ഒരു വിവേകത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ പൊടി തട്ടിക്കളയാതെ, പലരും പറഞ്ഞത്, നമ്മുടെ 10 കൊല്ലം മുമ്പ് ആളുകൾ നമുക്കെതിരെ പറഞ്ഞത്, 20 കൊല്ലം മുമ്പ് ചെയ്തത്, 20 കൊല്ലം മുമ്പ് ചെയ്തതിൻ്റെ അന്ന് അവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു പൊടി പോക്കറ്റിലിട്ടുണ്ട് നടക്കാണ്, തട്ടിക്കളഞ്ഞിട്ടില്ല. 10 കൊല്ലം മുമ്പ് അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പൊടിയും ബാഗിൽ നിറച്ചുകൊണ്ട് നടക്കാണ്. അപ്പോൾ പേഴ്സിലും പൊടിയുണ്ട്, ബാഗിലും പൊടിയുണ്ട്, പോക്കറ്റിലും പൊടിയുണ്ട്. അവസാനം നമ്മുടെ തലയിൽ തല മുതൽ അടി വരെ പൊടിയാണ്, ഒന്നും തട്ടിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും, നിന്നെ എതിർത്തത്, നിന്നെ വിശ്വസിക്കാതിരുന്നത്, നിന്നെ മുറിവേൽപ്പിച്ചത്, നിന്നെ ചിലപ്പോൾ തല്ലിച്ചതച്ചതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഈ പൊടികൾ എവിടെ നിന്നാണോ കിട്ടിയത് അതവിടെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് പൊടിയുടെ ഭാരമില്ലാത്തവനായി നീ അടുത്ത സ്ഥലത്തേക്ക് പോയി ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക. ദൈവം സ്നേഹമാണെന്ന് പറയുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൈവരാജ്യ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്? പൊടി തട്ടിക്കളയാന്നുള്ളത്. അത് കയ്യിലും കാലിലുമുള്ള പൊടിയല്ല, അത് ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള പൊടി, ഭാരം തട്ടിക്കളയുക എന്നത്. അതുകൊണ്ടാണ് ഈശോ പ്രത്യേകം പറയാണ്, നിങ്ങൾ ആ സ്ഥലം വിട്ടുപോരുമ്പോൾ ആ പൊടി തട്ടിക്കളയും. കിടക്കും, ഒന്നും കൊണ്ടുപോകണ്ട. ഇനി ആരെങ്കിലും നിന്നെ പ്രശംസിച്ച് പലതും പറഞ്ഞു, എന്തൊരു നല്ല പ്രസംഗം, എന്തിന് പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സൗഹൃദം ഒക്കെ തന്നിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും കൂടി തട്ടിക്കളയും. അതും ഒരു പൊടിയാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നിന്ന് കിട്ടിയത് ഇവിടെ തന്നെ അങ്ങോട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ, അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ വേദനകൾ കൊടുത്ത് കർത്താവിനെ ആരാധിക്കുക, കിട്ടിയ സന്തോഷങ്ങൾ, മഹത്വങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് കർത്താവിനെ ആരാധിച്ചിട്ട് ഇതിൻ്റെ ഒന്നിൻ്റെയും ഒരു ചങ്ങലയുടെ ബന്ധനമില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് സ്വതന്ത്രമായ മനസ്സോടുകൂടെ നീ ഇറങ്ങിപ്പോവുക, നീ ചെല്ലുക, ഈശോയെക്കുറിച്ച് പറയുക. നമ്മുടെ ഹൃദയത്തിൽ പൊടിയല്ല ഉണ്ടാവേണ്ടത്, ഈശോയാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈ രാത്രിയിൽ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവർത്തികൾ, ജീവിത രീതികൾ, നിലപാടുകൾ അനുസരിച്ച് ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഞങ്ങൾ തിന്മ നിറഞ്ഞ സൗഹൃദങ്ങളിൽ ആയിരുന്നതിനെ ഓർത്ത്, യോഗ്യതയില്ലാത്തവരുടെ കൂടെ സമയം ചെലവഴിച്ചതിനെ ഓർത്ത്, അങ്ങനെ അയോഗ്യതകളുടെ കൂട്ടുകെട്ടുകളിൽ ഞങ്ങൾ ആയിരിക്കുകയും ഞങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വീഴ്ചകൾ വന്നതിനെ ഓർത്ത് അനുതപിക്കുന്നു. അതുപോലെ അങ്ങ് നിർദ്ദേശിച്ചത് അനുസരിച്ച് പലതരത്തിലുള്ള പൊടികൾ, ഈ ലോകത്തിൻ്റെ നിന്ദനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ ഭാരങ്ങൾ തട്ടിക്കളയാതെ നിഷേധാത്മകമായ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ താലോലിച്ച് കൊണ്ടു നടന്നതിനെ ഓർത്ത് അനുതപിക്കുന്നു. ഞങ്ങളെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളുടെ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാ പാപത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളുടെയും പൊടികൾ തട്ടിക്കളഞ്ഞ്
പൊടിയില്ലാത്തവരായി, പ്രകാശിക്കുന്നവരായി, ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നവരായി, ശുദ്ധിയുള്ളവരായി ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകളെ ഓർക്കുന്നു, അനുതപിക്കുന്നു. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഉപേക്ഷയാൽ വന്നുപോയ എല്ലാ അപരാധങ്ങളെയും ഓർത്ത് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, നമുക്ക് അവിടുന്ന് നൽകുന്ന വചന വെളിച്ചത്തെ ഓർത്ത്, ദൈവിക രഹസ്യങ്ങളുടെ വെളിപാടുകളെ ഓർത്ത്, അവിടുന്ന് നമുക്ക് നൽകുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെ ഓർത്ത്, വരുമാന മാർഗങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, താമസിക്കുന്ന ഭവനം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, കുടിക്കുന്ന ജലം, ശ്വസിക്കുന്ന വായു, ജീവിക്കുന്ന അന്തരീക്ഷം, സമൂഹം, രാജ്യം, എല്ലാത്തിനെയും ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹാലേ 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 ഹാലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, കൃതജ്ഞതയുടെ ആത്മാവേ, സ്തുതിഗീതങ്ങളുടെ ആത്മാവേ, കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ ആത്മാവേ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ 7 നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള ഭാരങ്ങളെയും, നിഷേധാത്മകമായ ചിന്തകളെ ഒക്കെ തട്ടിക്കളയാനുള്ള, ആ പൊടി തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാചിക്കാം. നമുക്ക് വലിയ ആന്തരിക സന്തോഷവും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു പ്രവൃത്തിയാണ് പൊടി തട്ടിക്കളയുക എന്നത്. അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റ് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. യേശു ഈശോയേ,
ഈശോയേ ഈശോയേ ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഭവനങ്ങളില്ലാത്തവരെയും ജയിലുകളിലും അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവരെയും ഡി അഡിക്ഷൻ സെൻ്ററുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും ആയിരിക്കുന്നവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെ, ഭവനങ്ങളിലും ആശുപത്രികളിലും ചികിത്സകളിലായിരിക്കുന്നവരെ, മരണാസന്നരായിരിക്കുന്നവരെ, ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവുമൊക്കെ ആഘോഷിച്ചവരെ, പരീക്ഷകൾ എഴുതുന്നവരെ, വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, ഇതുവരെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൗരോഹിത്യ ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും ധാരാളം ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടിയും ഈ വിളി സ്വീകരിച്ചിട്ടുള്ളവർ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ഞങ്ങളുടെ യോഗ്യതയെ അളക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് നിയോഗിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി, നല്ല സ്വപ്നങ്ങളൊക്കെയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ വ്യാഴാഴ്ച ശുശ്രൂഷയുടെ ദിവസമാണ്. കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ സാധിക്കട്ടെ. നടന്നുകൊണ്ടിരിക്കുന്ന വൈദികരുടെ ധ്യാനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ശുശ്രൂഷയെ പരമാവധി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവം അതൊരു സുവിശേഷ വേലയായി ചെയ്യാൻ പരിശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്.